തൃശൂരിൽ സന്ദീപ് വാര്യർ, ചെങ്ങന്നൂരിൽ അബിൻ വർക്കി, തിരുവനന്തപുരത്ത് ശബരിനാഥൻ. തിരിച്ചുപിടിക്കേണ്ട മണ്ഡലങ്ങളിൽ യുവാക്കളെ ഇറക്കാൻ കോൺഗ്രസ്. 30 മണ്ഡലങ്ങളുടെ പട്ടിക തയ്യാറായി. യുവ നേതാക്കളോട് മണ്ഡലങ്ങളിൽ സജീവമാവാൻ AICC നിർദ്ദേശം. പട്ടികയിൽ ആൻ സെബാസ്റ്റ്യൻ, സോയ ജോസഫ് എന്നിവരും. റവാഡ ചന്ദ്രശേഖർ പോലീസ് മേധാവി. കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോയിൽ നിന്ന് സംസ്ഥാന പോലീസ് മേധാവിയായി അടുത്തയാഴ്ച ചുമതലയേൽക്കും. കൂത്തുപറമ്പ് വെടിവെപ്പ് ഓർമ്മിപ്പിച്ച് റവാഡയുടെ നിയമനം സർക്കാർ വിശദീകരിക്കണമെന്ന് P. ജയരാജൻ. കൂത്തുപറമ്പ് വെടിവെപ്പിന്റെ കാര്യത്തിൽ രവതി ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരായിട്ടും അന്ന് ആക്ഷേപം ഉന്നയിച്ചതാണ്. രവതി ഒറ്റക്കല്ല, ഇവരെല്ലാം ചേർന്നുകൊണ്ടാണ് അന്നത്തെ ലാത്തി ചാർജും വെടിവെപ്പും ഒക്കെ ഇടയാക്കിയിട്ടുള്ള സംഘർഷം ഉണ്ടായത്. സർക്കാർ തീരുമാനത്തിനൊപ്പമേ ആണ് പാർട്ടിയെന്ന് MV ഗോവിന്ദൻ. VS അച്യുതാനന്ദന്റെ ആരോഗ്യനില അതീവ ഗുരുതരം. മെഡിക്കൽ ബോർഡ് ചേരുന്നു. രക്തസമ്മർദ്ദവും വൃക്കയുടെ പ്രവർത്തനവും സാധാരണ രീതിയിലായിട്ടില്ലെന്ന് മെഡിക്കൽ റിപ്പോർട്ട്. ഭാരതാംബ വിവാദത്തിൽ കേരള സർവകലാശാല രജിസ്ട്രാർക്ക് എതിരെ രാജ്ഭവന് VCയുടെ റിപ്പോർട്ട്. രജിസ്ട്രാർ ബാഹ്യ സമ്മർദ്ദത്തിന് വഴങ്ങിയെന്ന് വൈസ് ചാൻസലർ. അനുമതി റദ്ദാക്കിയത് രാജ്ഭവനെ അറിയിച്ചത് ഗവർണർ സെനറ്റ് ഹാളിലെത്തിയ ശേഷമെന്നും വിമർശനം. BJP കോർ കമ്മിറ്റിയിൽ രാജീവ് ചന്ദ്രശേഖറിനെതിരെ രൂക്ഷ വിമർശനം. നേതൃത്വത്തിനെതിരെ മുരളീധരൻ, സുരേന്ദ്രൻ പക്ഷം. രാഷ്ട്രീയം പറയാതെ വികസനം പറഞ്ഞാൽ വിലപ്പോവില്ലെന്ന് വിമർശനം. ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള സിനിമ പേരുമാറ്റ നിർദ്ദേശത്തിൽ സെൻസർ ബോർഡിന് മുന്നിൽ പ്രതിഷേധിച്ച സിനിമാ താരങ്ങളും സാങ്കേതിക പ്രവർത്തകരും. പ്രദർശനാനുമതി നൽകണമെന്ന നിർമ്മാതാക്കളുടെ ഹർജി ഹൈക്കോടതിയിൽ. ഉച്ചകഴിഞ്ഞ് 1:45 പരിഗണിക്കും. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ ആരോഗ്യനില അതീവ ഗുരുതരമായി തുടരുന്നു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ വിദഗ്ധ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ ഇപ്പോൾ പ്രത്യേക മെഡിക്കൽ ബോർഡ് യോഗം ചേരുകയാണ്. ആരോഗ്യനില ഗുരുതരമായി തുടരുന്നുവെന്നാണ് മെഡിക്കൽ ബുള്ളറ്റിൻ. VV അരുൺ ചേരുന്നു. അരുൺ, സാധാരണ മെഡിക്കൽ ബുള്ളറ്റിനിൽ ഇല്ലാത്ത തരത്തിൽ അവസാന വാചകങ്ങൾ വൃക്കയുടെ പ്രവർത്തനവും രക്തസമ്മർദ്ദവും ഇതുവരെ സാധാരണ നിലയിലായിട്ടില്ല എന്നത് ശ്രദ്ധിക്കേണ്ടതാണെന്ന് തോന്നുന്നു. എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? ശ്രീജ, അതീവ ഗുരുതരമാണ് കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി, ഏറ്റവും മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവ് VS അച്യുതാനന്ദന്റെ ആരോഗ്യനില എന്നുള്ളതാണ്. കഴിഞ്ഞ തിങ്കളാഴ്ച അദ്ദേഹത്തെ കടുത്ത ഹൃദയാഘാതത്തെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. അവിടെ നിന്ന് പലതവണ VS ആരോഗ്യനില മെച്ചപ്പെടുത്തുമെന്ന സൂചനകൾ നൽകിയതാണ്. പക്ഷേ ഇന്ന് അദ്ദേഹത്തിന്റെ ആരോഗ്യനില അത്ര ഗുണകരമായ ഒരു സാഹചര്യത്തിലല്ല എന്നാണ് ഡോക്ടർമാർ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ വിദഗ്ധ ഡോക്ടർമാരുടെ സംഘം, അതായത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് കൂടിയുള്ള വിദഗ്ധ ഡോക്ടർമാരുടെ സംഘവും SUT ആശുപത്രിയിലെ ഡോക്ടർമാരും, അതായത് ചികിത്സ ഡോക്ടർമാരുടെ പ്രത്യേക ഡോക്ടർമാരുടെ സംഘവും യോഗം ചേരുകയാണ്. മെഡിക്കൽ ബോർഡ്, സംയുക്ത മെഡിക്കൽ ബോർഡ് യോഗം ചേരുകയാണ്. അദ്ദേഹത്തിന്റെ ആരോഗ്യനില വിലയിരുത്തുന്നു. രക്തസമ്മർദ്ദവും വൃക്കകളുടെ പ്രവർത്തനവും സാധാരണ നിലയിലാക്കാൻ പരിശ്രമിക്കുന്നുവെന്നാണ് കുറച്ചു മുമ്പ് 11 മണിയോട് തുടങ്ങിയ മെഡിക്കൽ ബുള്ളറ്റിൻ വ്യക്തമാക്കുന്നത്. പക്ഷേ ഇത്രത്തോളം ആരോഗ്യവാനായി VS മടങ്ങി വരുമെന്ന കാര്യത്തിൽ വലിയ ആശങ്ക ഉയർത്തുന്ന ഒരു ആരോഗ്യ സാഹചര്യത്തിലൂടെ അദ്ദേഹം കടന്നുപോകുന്നതെന്ന് വ്യക്തമാണ്. കഴിഞ്ഞ ദിവസമൊക്കെ അദ്ദേഹത്തിന്റെ ആരോഗ്യം കുറച്ച് മെച്ചപ്പെടുന്നു എന്ന സൂചനകൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് രാവിലെയോടുകൂടി അത് വീണ്ടും മോശമാവുകയാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. അത് വ്യക്തമാക്കുന്ന ഒരു മെഡിക്കൽ ബുള്ളറ്റിനാണ് നേരത്തെ പുറത്തിറക്കിയത്. സ്വാഭാവിക ഇപ്പോഴത്തെ ഈ മെഡിക്കൽ ബോർഡ് യോഗത്തിന് ശേഷം വീണ്ടും ഒരു മെഡിക്കൽ ബുള്ളറ്റിൻ ഇറക്കാനുള്ള സാധ്യതയുണ്ട്. എല്ലാ ചികിത്സയും VSന്റെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ സാധ്യമായ എല്ലാ ചികിത്സ നൽകാനാണ് സർക്കാരിന്റെ നിർദ്ദേശം. ആരോഗ്യവകുപ്പ് അത്തരത്തിലുള്ള ചികിത്സയാണ് VSന് നൽകുന്നത്. ഇതാദ്യമായാണ് ഇന്ന് ഈ 8 ദിവസമാണ് VS ഈ ആശുപത്രിയിൽ ആയ ശേഷമുള്ളത്. ഇന്ന് ആദ്യമായാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്നുള്ള വിദഗ്ധ ഡോക്ടർമാരുടെ സംഘം കൂടി അദ്ദേഹത്തിന്റെ ചികിത്സയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ തീരുമാനിക്കാൻ ഇവിടേക്ക് എത്തിയിരിക്കുന്നത്. ഈ മെഡിക്കൽ ബോർഡിന്റെ യോഗം വളരെ നിർണായകമാണ്. അതിനുശേഷം അദ്ദേഹത്തിന്റെ ആരോഗ്യ സംബന്ധിച്ച് കൃത്യമായ വിലയിരുത്തലുണ്ടാകും. ഇപ്പോഴും ഈ പുറത്തുനിന്നുള്ള ജീവൻ രക്ഷാ സംവിധാനങ്ങൾ, വെന്റിലേറ്റർ അടക്കമുള്ള ശ്വാസം പ്രശ്നമുണ്ട് അദ്ദേഹത്തിന്. അതുകൊണ്ട് തന്നെ വെന്റിലേറ്ററിന്റെ സഹായത്തിൽ അദ്ദേഹം ശ്വാസകോശം കഴിഞ്ഞ ഒരാഴ്ചയായി ശ്വാസമെടുക്കുന്നത്. മറ്റ് വൃക്കയുടെ പ്രവർത്തനം സാധാരണ നിലയിലാക്കാനുള്ള ശ്രമങ്ങളും ഡോക്ടർമാർ നടത്തി വരികയായിരുന്നു. അതിനൊരു
തടസ്സമുണ്ടായി എന്നാണ് മനസ്സിലാകുന്നത്. അതുപോലെ അദ്ദേഹത്തിന്റെ സ്ട്രോക്ക് ബാധിച്ചാണ് അദ്ദേഹം, പക്ഷാഘാതം എന്നാണ് അദ്ദേഹം 2019 ആദ്യം ഈ ഒരു തീർത്തും അനാരോഗ്യമായ അവസ്ഥയിലേക്ക് പോകുന്നത്. വീണ്ടും രക്തസമ്മർദ്ദം ഉയരുന്നത് അത് സംബന്ധിച്ച് ആശങ്കകൾ കൂടി വർദ്ധിപ്പിക്കുന്നതാണ്. ഏതായാലും അദ്ദേഹത്തെ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരാൻ, അദ്ദേഹത്തിന്റെ ജീവൻ നിലനിർത്താൻ സാധ്യമായ എല്ലാ ശ്രമങ്ങളും നടത്തുകയാണ് ഈ ആശുപത്രിയും അതുപോലെ തന്നെ സർക്കാരിന്റെ ആരോഗ്യ സംവിധാനങ്ങളും. വി അരുണാണ് വിവരങ്ങൾ നൽകിയത്. VS അച്യുതാനന്ദന്റെ നില അതീവ ഗുരുതരമെന്ന വാർത്തകളാണ് ഇപ്പോൾ ആശുപത്രിയിൽ നിന്ന് വരുന്നത്. പ്രത്യേക മെഡിക്കൽ ബോർഡ് യോഗം ചേരുകയാണ്. അതിനുശേഷം ഒരു മെഡിക്കൽ ബുള്ളറ്റിൻ കൂടി നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. മറ്റു വാർത്തകളിലേക്ക് പോയ ശേഷം വരാം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയസാധ്യതയുള്ള മണ്ഡലങ്ങൾ ഉറപ്പിക്കാൻ 3ാം വട്ട സർവേ പൂർത്തിയാക്കി AICC. ജയസാധ്യത കുറഞ്ഞ 30 C ക്ലാസ് മണ്ഡലങ്ങളിൽ യുവമുഖങ്ങളെ ഇറക്കി മണ്ഡലങ്ങൾ തിരിച്ചുപിടിക്കാനാണ് പദ്ധതി. തിരുവമ്പാടിയിൽ VS ജോയും തൃത്താലയിൽ VT ബൽറാമും തൃശൂരിൽ സന്ദീപ് വാര്യരും മത്സരരംഗത്തിറങ്ങുമെന്നാണ് സൂചന. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. ജയമുറപ്പുള്ള മണ്ഡലങ്ങൾ, ജയിക്കാൻ സാധ്യതയുള്ള മണ്ഡലങ്ങൾ, ജയസാധ്യത കുറഞ്ഞ മണ്ഡലങ്ങൾ എന്നിങ്ങനെ 3 വിഭാഗങ്ങളായി തിരിച്ചുകൊണ്ടാണ് AICCയുടെ സർവേ നടപടികൾ പൂർത്തിയായിരിക്കുന്നത്. ജയസാധ്യത കുറഞ്ഞ 30 C ക്ലാസ് മണ്ഡലങ്ങളിൽ യുവമുഖങ്ങളെ മത്സരരംഗത്തിറക്കി മണ്ഡലങ്ങൾ തിരിച്ചുപിടിക്കാനാണ് പദ്ധതി. തിരുവമ്പാടി, തൃത്താല, തൃശൂർ എന്നിവിടങ്ങളിൽ യഥാക്രമം VS ജോയി, VT ബൽറാം, സന്ദീപ് വാര്യർ തുടങ്ങിയ പേരുകൾക്കാണ് മുൻതൂക്കം. ചെങ്ങന്നൂരിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബിൻ വർക്കിയും, തിരുവനന്തപുരം സെൻട്രലിൽ KS ശബരിനാഥനും, പീരുമേട്ടിൽ KSU സംസ്ഥാന അധ്യക്ഷൻ അലൂഷ്യസ് സേവ്യറും പരിഗണനാ പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട്. ഉദുമയിൽ BP പ്രദീപ് കുമാർ, തൃക്കരിപ്പൂരിൽ ജോമോൻ ജോസ്, തളിപ്പറമ്പിൽ യൂത്ത് കോൺഗ്രസ് നേതാവ് അബ്ദുൾ റഷീദ്, പയ്യന്നൂരിൽ മുഹമ്മദ് ഷമാസ്, കണ്ണൂരിൽ റിജിൽ മാക്കുറ്റി, പേരാമ്പ്രയിൽ VR അനൂപ്, കൊയിലാണ്ടിയിൽ KM അഭിജിത്ത്, കോഴിക്കോട് നോർത്തിൽ വിദ്യാ ബാലകൃഷ്ണൻ, ബാലുശ്ശേരിയിൽ VT സൂരജ്, തവനൂരിൽ AM രോഹിത്, പട്ടാമ്പിയിൽ റിയസ് മുക്കോളി, കുന്നംകുളത്ത് സോയ ജോസഫ്, മണലൂരിൽ ശോഭ സുബിൻ, കൊടുങ്ങല്ലൂരിൽ OJ ജനീഷ്, കോതമംഗലത്ത് ജിൻഡോ ജോൺ, അമ്പലപ്പുഴയിൽ AR കണ്ണൻ, കായംകുളത്ത് അരിത ബാബു, കാഞ്ഞിരപ്പള്ളിയിൽ KSU സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആൻ സെബാസ്റ്റ്യൻ, പുനലൂരിൽ അഡ്വക്കേറ്റ് സഞ്ജയ് ഖാൻ, കഴക്കൂട്ടത്ത് JS അഖിൽ, ചിറയൻകീഴ് BS അനൂപ്, നെടുമങ്ങാട് BRM ഷഫീർ, വർക്കലയിൽ MJ ആനന്ദ്, അരുവിക്കരയിൽ MR ബൈജു തുടങ്ങിയ പേരുകൾക്കാണ് മുൻഗണന. നിർദ്ദിഷ്ട മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവർത്തനം തുടങ്ങാൻ യുവമുഖങ്ങൾക്ക് കോൺഗ്രസ് ഹൈക്കമാൻഡ് ഉടൻ നിർദ്ദേശം നൽകുമെന്നാണ് വിവരം. അതേസമയം മുതിർന്ന നേതാക്കളുടെ തമ്മിലടി ജയസാധ്യതകളെ പ്രതികൂലമായി ബാധിക്കുന്ന പശ്ചാത്തലത്തിൽ സ്ഥാനാർത്ഥി നിർണയത്തിലും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലും AICC നേരിട്ടാകും മേൽനോട്ടം വഹിക്കുക. ഡാൻ കുര്യൻ, ന്യൂസ് 18, തിരുവനന്തപുരം. റവാഡ ചന്ദ്രശേഖർ സംസ്ഥാനത്തിന്റെ പുതിയ പോലീസ് മേധാവി. പ്രത്യേക മന്ത്രിസഭാ യോഗമാണ് 3 പേരുടെ ചുരുക്കപ്പട്ടികയിൽ നിന്ന് റവാഡ ചന്ദ്രശേഖറിന്റെ പേര് തെരഞ്ഞെടുത്തത്. 1991 കേരള കേഡർ IPS ഓഫീസറാണ് റവാഡ ചന്ദ്രശേഖർ. തലശ്ശേരി ASP ആയാണ് തുടക്കം. ഇപ്പോൾ കേന്ദ്ര സർവീസിലുള്ള അദ്ദേഹം കേരളത്തിലെത്തും വരെ ലോ ആൻഡ് ഓർഡർ ADGP H വെങ്കിടേഷ് ചുമതല വഹിക്കും. പ്രധാനമന്ത്രിയുടെ സുരക്ഷാ ചുമതലയുള്ള SPGയുടെ അഡ്മിനിസ്ട്രേറ്റീവ് മേധാവി സ്ഥാനത്ത് നിന്നാണ് സംസ്ഥാന പോലീസ് മേധാവിയായുള്ള റവാഡ ചന്ദ്രശേഖരന്റെ നിയമനം. 1991 ബാച്ച് കേരള കേഡർ ഉദ്യോഗസ്ഥനാണ്. തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ അടക്കം കേരള പോലീസിൽ സുപ്രധാന പദവികൾ വഹിച്ചിട്ടുണ്ട്. IB സ്പെഷ്യൽ ഡയറക്ടറായി സേവനമനുഷ്ഠിക്കുന്നതിനിടെയാണ് റവാഡ ചന്ദ്രശേഖരനെ ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റിലെ സെക്രട്ടറി സെക്യൂരിറ്റി എന്ന സുപ്രധാന പദവിയിൽ കേന്ദ്ര സർക്കാർ നിയമിച്ചത്. കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോയുടെ സ്പെഷ്യൽ ഡയറക്ടറായിരുന്ന റവാഡ IB മേധാവിയാകുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ നിലവിലെ മേധാവിക്ക് കേന്ദ്രം കാലാവധി നീട്ടി നൽകിയതോടെയാണ് അദ്ദേഹം കേരളത്തിലേക്ക് മടങ്ങാൻ താൽപ്പര്യം പ്രകടിപ്പിച്ചത്. സംസ്ഥാനത്തെ DGPമാരുടെ സീനിയോറിറ്റി പട്ടികയിൽ 2ാമനാണ് റവാഡ. CPMന്റെ രാഷ്ട്രീയ ചരിത്രത്തിലെ ചോര പുരണ്ട അധ്യായമായ കൂത്തുപറമ്പ് വെടിവെപ്പുമായി ബന്ധപ്പെട്ട് പ്രതിസ്ഥാനത്ത് നിർത്തിയിരുന്ന IPS ഉദ്യോഗസ്ഥരാണ് റവാഡ A ചന്ദ്രശേഖർ. CPMന്റെ രക്തസാക്ഷി രാഷ്ട്രീയത്തിലെ വൈകാരിക സംഭവമായ കൂത്തുപറമ്പ് വെടിവെപ്പുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ തന്നെ ഇടത് സർക്കാരിന്റെ കാലത്ത് പോലീസ് തലപ്പത്തേക്ക് വരുന്നത് വലിയ രാഷ്ട്രീയ കൗതുകത്തിനും ചർച്ചകൾക്കും വഴിവെക്കുമെന്നുറപ്പ്. 1994 നവംബർ 25 കൂത്തുപറമ്പിൽ അന്നത്തെ മന്ത്രി MV രാഘവനെതിരെ DYFI
ഡിവൈഎഫ്ഐ നടത്തിയ പ്രതിഷേധത്തിന് നേരെയുണ്ടായ വെടിവെപ്പിൽ 5 പ്രവർത്തകരാണ് കൊല്ലപ്പെട്ടത്. അന്ന് കണ്ണൂർ ASP ആയിരുന്ന റവാഡ ചന്ദ്രശേഖരനെതിരെ പിന്നീട് അധികാരത്തിൽ വന്ന നയനാർ സർക്കാർ കേസെടുത്തിരുന്നു. എന്നാൽ 2012 ഹൈക്കോടതി അദ്ദേഹത്തെ കേസിൽ നിന്ന് കുറ്റവിമുക്തനാക്കി. കൂത്തുപറമ്പിന്റെ ചരിത്രം തടസ്സമാകാതെയാണ് 2ാം പിണറായി സർക്കാരിന്റെ അവസാന വർഷം റവാഡ ചന്ദ്രശേഖരനെ സംസ്ഥാന പോലീസിന്റെ അമരക്കാരനാക്കിക്കൊണ്ടുള്ള രാഷ്ട്രീയ വിട്ടുവീഴ്ചയ്ക്ക് സർക്കാർ തയ്യാറായിരിക്കുന്നത്. ഡാൻ കുര്യൻ, ന്യൂസ് 18, തിരുവനന്തപുരം. രാജ്യത്തെ തന്നെ ഏറ്റവും മികച്ച പോലീസ് സേന കേരളത്തിലേതാണെന്ന് സ്ഥാനമൊഴിയുന്ന സംസ്ഥാന പോലീസ് മേധാവി ഷേഖ് ദർവേഷ് സാഹിബ്. മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരള പോലീസിൽ പരാതി അറിയിച്ചാൽ കാര്യക്ഷമമായ നടപടി ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഉന്നത വിദ്യാഭ്യാസമുള്ള നിരവധി പേർ കേരള പോലീസിലുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ന് ഈ ദിവസം വളരെ സന്തോഷത്തോടുകൂടി ആണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. 5 വർഷത്തോളം സർവീസിന് ശേഷം ഇന്ന് ഞാൻ ഈ പദവിയിൽ നിന്നും വിരമിക്കുകയാണ്. ഇന്ന സമയം സന്തോഷമുണ്ട്, എല്ലാവരിനോടും നന്ദി കടപ്പാടുമുണ്ട്, പ്രൗഡ്നെസ് ഉണ്ട്. ഷേഖ് ദർവേഷ് സാഹിബിന് സേന വിടവാങ്ങൽ പരേഡ് നൽകി. തിരുവനന്തപുരം പേരൂർക്കട SAP ക്യാമ്പിലായിരുന്നു യാത്രയപ്പ്. DGP-ആയി രവട ചന്ദ്രശേഖർ നിയമിതനായതോടെ കൂത്തുപറമ്പ് വെടിവെപ്പ് ഓർമ്മിപ്പിച്ച് P. ജയരാജൻ. കൂത്തുപറമ്പിൽ വെടിവെപ്പ് നടത്തിയ ഉദ്യോഗസ്ഥരിൽ ഒരാളാണ് രവാഡ. നിയമനം വിശദീകരിക്കേണ്ടത് സർക്കാരാണെന്നും P. ജയരാജൻ പറഞ്ഞു. മെറിറ്റിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനമെന്നും അത് വിവാദമാക്കേണ്ട കാര്യമില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഗവൺമെന്റ് തങ്ങളുടെ മുന്നിലുള്ള വന്ന നിർദ്ദേശങ്ങളെ അടിസ്ഥാനപ്പെടുത്തി തീരുമാനമെടുത്തതാണ്. ആ തീരുമാനത്തെക്കുറിച്ച് ഗവൺമെൻറ്റാണ് വിശദീകരിക്കേണ്ടത്. രാഷ്ട്രീയമായിട്ടുള്ള കാര്യം നോക്കുമ്പോൾ പല പോലീസ് ഉദ്യോഗസ്ഥന്മാരും പല ഘട്ടങ്ങളിലും CPM-നും അതുപോലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള സംഘടനകൾക്കുമൊക്കെ എതിർപ്പുയർത്തിയ നടപടികൾ കൈക്കൊണ്ടവരുണ്ടാവാം. കൂത്തുപറമ്പ് വെടിവെപ്പിൻ്റെ കാര്യത്തിൽ രവത ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരായിട്ട് വന്ന് ആക്ഷേപം ഉന്നയിച്ചതാണ്. രവതി ഒറ്റക്കല്ല, ഇവരെല്ലാം ചേർന്നുകൊണ്ടാണ് അന്നത്തെ ലാത്തി ചാർജും വെടിവെപ്പുമൊക്കെ ഇടയാക്കിയിട്ടുള്ള സംഘർഷം ഉണ്ടായത്. ചികിത്സ വേണ്ടതാർക്ക്, രോഗിക്കോ ആശുപത്രിക്കോ? തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഉപകരണങ്ങളുടെ ലഭ്യതക്കുറവിനെ തുടർന്ന് ശസ്ത്രക്രിയ മുടങ്ങുന്നുവെന്ന ആരോപണത്തിൽ അന്വേഷണവുമായി ആരോഗ്യവകുപ്പ്. ഡോക്ടർ ഹാരിസിന്റെ ആരോപണങ്ങളിൽ അന്വേഷണം നടത്തുന്ന 4-അംഗ സമിതി ഉടൻ ആരോഗ്യമന്ത്രി വീണ ജോർജിന് റിപ്പോർട്ട് നൽകും. അതിനിടെ ഡോക്ടർ ഹാരിസിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാർച്ച് നടത്തി. യൂറോളജി വിഭാഗത്തിന് പുറമെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ 26 ഡിപ്പാർട്ട്മെന്റുകളിൽ ഉപകരണങ്ങളുടെ ലഭ്യതക്കുറവിനെ തുടർന്ന് ശസ്ത്രക്രിയകൾ മുടങ്ങുന്നെന്നായിരുന്നു ഡോക്ടർ ഹാരിസ് വിറക്കലിന്റെ തുറന്നുപറച്ചിൽ. നടപടി വിവാദമായതോടെ 4-അംഗ സമിതിയെ ആരോഗ്യമന്ത്രി ഉന്നതതല അന്വേഷണത്തിന് നിയോഗിക്കുകയായിരുന്നു. ആരോപണമുന്നയിച്ച യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ ഹാരിസിൽ നിന്നുൾപ്പെടെ സമിതി വിശദമായ വിവരങ്ങൾ ചോദിച്ചറിയും. അതിനിടെ വിഷയം ഏറ്റെടുത്ത പ്രതിപക്ഷം മെഡിക്കൽ കോളേജ് ആശുപത്രി അധികൃതരുടെ അനാസ്ഥയിൽ പ്രതിഷേധിച്ച് ആശുപത്രി കവാടത്തിലേക്ക് മാർച്ച് നടത്തി. K. മുരളീധരൻ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു. ഒരു സിസ്റ്റം തകരാറാണെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തം മന്ത്രിക്കാണ്, ഗവൺമെന്റിനാണ്, മുഖ്യമന്ത്രിക്കാണ്. ആം ആദ്മി പാർട്ടിയും മെഡിക്കൽ കോളേജിലേക്ക് പ്രതിഷേധം സംഘടിപ്പിച്ചു. കൂടുതൽ പ്രതിഷേധങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കണക്കിലെടുത്ത് മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് പോലീസ് സുരക്ഷ വർദ്ധിപ്പിച്ചു. ന്യൂസ് 18, തിരുവനന്തപുരം. ആശുപത്രികളുടെ പ്രവർത്തനം സുഗമമാവണമെങ്കിൽ സർക്കാർ സംവിധാനത്തെ മാത്രം ആശ്രയിക്കാനാവില്ലെന്ന് എറണാകുളം ജനറൽ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷാഹിർ ഷാ. സർക്കാർ അനുവദിച്ചു തരുന്ന സംവിധാനങ്ങൾ ഫലപ്രദമായി ഉപയോഗിക്കാൻ കഴിയണം. അതിന് പലപ്പോഴും ഉദ്യോഗസ്ഥരുടെ നിസ്സഹകരണം കൊണ്ട് സാധ്യമാകാറില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ആശുപത്രികളിൽ ഉപകരണക്ഷാമം ഉണ്ടെന്നുള്ളത് സ്ഥിരീകരിക്കുകയാണ് എറണാകുളം ജനറൽ ആശുപത്രിയിലെ സൂപ്രണ്ട് ഷഹീർ ഷാ. ആശുപത്രികൾ പരിമിതമായ സംവിധാനത്തിൽ പ്രവർത്തിക്കേണ്ടി വരുന്നതിന് പ്രധാന ഉത്തരവാദികൾ ഉദ്യോഗസ്ഥർ തന്നെയാണ്. ആശുപത്രികൾ പരിമിതമായ സാഹചര്യത്തിൽ പ്രവർത്തിക്കേണ്ടി വരുന്നതിൻ്റെ പ്രധാന ഉത്തരവാദിത്വം ഉദ്യോഗസ്ഥന്മാർക്കാണെന്ന് വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ് ഞാൻ. കാരണം ഇവിടെയുള്ള ഒരു ജനപ്രതിനിധികളും ഒരു സർക്കാരുകളും ആശുപത്രി ശോചനീയമായിട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നില്ല.
പക്ഷേ അഡ്മിനിസ്ട്രേറ്റീവ് തലത്തിൽ ചെയ്യേണ്ട ചില കാര്യക്ഷമമായ ഇടപെടൽ കാണാൻ പലപ്പോഴും നമുക്ക് സാധിക്കാതെ പോകുന്നുണ്ട്. എറണാകുളം ജില്ലാ ആശുപത്രിയിൽ ഇത്തരത്തിൽ ഒരുപാട് അവസരങ്ങൾ. ഇപ്പോൾ നമ്മൾ കാർഡിയോ ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ വരുന്നു, അതിന് നമുക്ക് സർക്കാർ ആരോഗ്യവകുപ്പ് നമുക്ക് വളരെ പോസിറ്റീവായിട്ട് സ്റ്റാൻഡ് എടുത്തു. പക്ഷേ അതിനുവേണ്ടിയുള്ള സൗകര്യങ്ങൾ ഒരുക്കാൻ നമ്മുടെ ഒരു ഉത്തരവാദിത്വമാണ്. അത് മുഴുവൻ നമ്മൾ പുറത്തുനിന്നുള്ള ഫണ്ട് ഉപയോഗിച്ചാണ് അത് കണ്ടെത്തിയത് തന്നെ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത്, ഈ പുതിയ ഡോക്ടേഴ്സ് ദിനത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. നമുക്ക് കിട്ടുന്ന അവസരങ്ങൾ ഒരു സാധ്യതകളായി മാറ്റണം. ലഭ്യമായിട്ടുള്ള സംവിധാനങ്ങളിലൂടെ വരുമാനം വർദ്ധിപ്പിക്കാനാകണം. ആ ഫണ്ട് ഉപയോഗിച്ച് മറ്റ് സംവിധാനങ്ങളും പ്രവർത്തിപ്പിക്കാൻ കഴിയും. എറണാകുളം ജനറൽ ആശുപത്രിയിൽ ഒരു മാസം 2500-ലധികം ഡയാലിസിസ് നടക്കുന്നുണ്ട്. ഒരു ഡയാലിസിസ് ചെയ്യാൻ വേണ്ടി നമുക്ക് എല്ലാ കോസ്റ്റും നമ്മൾ ഒരു പുതിയൊരു സിസ്റ്റത്തിൽ മുഴുവൻ HR നമ്മൾ തയ്യാറാക്കി എല്ലാ എക്യുപ്മെൻറ്റ്സും എല്ലാം വാങ്ങിച്ച് എല്ലാ കെമിക്കൽസും റിയേജൻസും കൺസ്യൂമേഴ്സും എല്ലാം വാങ്ങിച്ച് നമ്മൾ ചെയ്യാമെങ്കിൽ നമുക്കൊരു 600 രൂപയാണ് നമുക്ക് ചിലവ് വരുന്നുണ്ട്. 500-600 രൂപയുടെ ചിലവ്, അത് വേരീസാണ്. 650 രൂപയുടെ ചിലവ് വരാം. അപ്പോൾ നമ്മളത് അതിൽ നമ്മളൊരു ചാർജിങ് പാറ്റേൺ ഉണ്ട്. ആ ചാർജിങ് പാറ്റേൺ എപ്പോഴും 1 പൈസയെങ്കിലും മുകളിലോട്ട് നിൽക്കുകയാണെങ്കിൽ, മാക്സിമം എഫിഷ്യൻസി വർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ലാഭം കിട്ടത്തുള്ളൂ, ഒരു മാർജിൻ കിട്ടത്തുള്ളൂ. അപ്പോൾ അതിന് വേണ്ടത് ഡയാലിസിസ് നടത്തുക എന്നുള്ളതല്ല, നമുക്ക് ചെയ്യേണ്ടത് പരമാവധി ഡയാലിസിസ് നടത്തുക എന്നുള്ളതാണ്. ആശുപത്രികളിൽ ഉപകരണങ്ങൾ വാങ്ങുന്നതിലും ഫയലുകൾ ചലിപ്പിക്കുന്ന കെടുകാര്യസ്ഥതയുണ്ട്. ഡോക്ടർ ഹാരിസിന്റെ വെളിപ്പെടുത്തൽ രാഷ്ട്രീയ കക്ഷിഭേദമന്യേ കേരള സമൂഹം മുഖവിലക്കെടുത്തു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ മാത്രമല്ല, സംസ്ഥാനത്തെ എല്ലാ ആശുപത്രികളിലും വിപുലമായ പരിശോധനയും അനിവാര്യമാണ്. ന്യൂസ് 18 കൊച്ചി. ജീവനക്കാരുടെ കുറവും മരുന്നില്ലാത്തതുമാണ് ആലപ്പുഴ മെഡിക്കൽ കോളേജിലെത്തുന്ന രോഗികളെ വലയ്ക്കുന്നത്. ദീർഘനേരം ക്യൂവിൽ നിന്ന് കൗണ്ടറുകൾക്കടുത്തെത്തുമ്പോഴാകും മരുന്നില്ല എന്ന വിവരം പാവം രോഗികൾ അറിയുക. വലിയ പ്രതിഷേധമാണ് ഇതിനെതിരെ ആശുപത്രിയിൽ ഉയരുന്നത്. സംസ്ഥാനത്തെ മറ്റു മെഡിക്കൽ കോളേജുകളുടേതുപോലെ തന്നെ ആലപ്പുഴ മെഡിക്കൽ കോളേജും സമാനമായ സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു, അതായത് ഇത്തരത്തിൽ ചികിത്സാ രംഗത്ത് മറ്റ് ആശുപത്രികൾ പോലും ഇല്ലാത്ത ഒരിടമാണ്. ആകെ ജനങ്ങൾക്ക് ആശ്രയിക്കാൻ കഴിയുന്ന പ്രധാനപ്പെട്ട ഒരു ആശുപത്രി, എല്ലാ വിഭാഗങ്ങളും പ്രവർത്തിക്കുന്ന ഒരു ആശുപത്രി എന്നുള്ള നിലയിൽ ആലപ്പുഴ മെഡിക്കൽ കോളേജ് മാത്രമാണ്. നമ്മൾ ഈ കാണുന്നത് ഒരു നീണ്ട നിരയാണ്. അതായത് OP ടിക്കറ്റ് എടുക്കുന്നതിനും ഒപ്പം തന്നെ മരുന്ന് വിതരണം ചെയ്യുകയും ചെയ്യുന്ന കൗണ്ടറുകൾക്ക് മുന്നിലുള്ള നീണ്ട നിരയാണ് കാണുന്നത്. പല ആളുകളും മരുന്ന്, അതായത് ഈ ക്യൂ നിന്ന് കാർഡിയോളജി വിഭാഗത്തിൽ ചികിത്സ തേടുന്ന ആളുകൾ ഉൾപ്പെടെ ക്യൂ നിന്ന് മരുന്ന് വാങ്ങുന്നതിനായി കൗണ്ടറിന്റെ അടുത്തേക്ക് എത്തുമ്പോൾ അവർക്ക് മരുന്ന് ലഭ്യമാകാതെ തിരികെ പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നു. പണം കൊടുത്ത് വാങ്ങേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നു എന്നുള്ളതാണ് കുറച്ച് നമ്മൾ രോഗികളുമായി സംസാരിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. മരുന്നുകളൊക്കെ കൃത്യമായിട്ട് കിട്ടുന്നുണ്ട്. മരുന്നൊക്കെ തരും, പക്ഷേ കണ്ണ് കാണുമെങ്കിൽ ആലോചിച്ച് നോക്കിയാൽ നമുക്കിപ്പം മേഡത്തിന്റെ പുറകെ ഒരാൾ വേണം. നമ്മൾ ഒരാളെ വിളിക്കുമ്പോൾ പറയും ഞങ്ങൾക്ക് അവിടെ പോകണം, ഇവിടെ പോകണം. ഇവിടെ ആളില്ലാത്തതുകൊണ്ട് നമ്മളൊരാളൊരു ഇത് നിവൃത്തി ചോദിക്കുന്നത്. ഇവിടുത്തെ സ്റ്റാഫുകളാണ് കുഴപ്പം. ഡോക്ടർമാർ നല്ലവരാ, ഇവിടുത്തെ ജോലിക്കാരാ കുഴപ്പക്കാര്, നേഴ്സുമാരും സ്റ്റാഫുകളും ക്ലീനുകാരും എല്ലാം. ഇവിടെയും മറ്റ് ആശുപത്രികളിലെ പോലെ തന്നെ കാര്യങ്ങൾ വളരെ വഷളാണ്. കാരണം ഹൌസ് സർജൻസി ചെയ്യുന്ന ആളുകളുടെ ഈ ഹൌസ് സർജൻസിയുടെ ആ ഒരു ടേം കഴിഞ്ഞതോടുകൂടി ഇനിയുള്ള മാസക്കാലം എങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ള പ്രതിസന്ധി വലിയ തോതിലുണ്ട്. അത് മാത്രമല്ല, ഇവിടെയും വേക്കൻസികൾ ധാരാളമായി ഉണ്ട്. ഈ വേക്കൻസികൾ പരിഹരിക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിൽ നിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഗ്യാസ്ട്രോ പോലെയുള്ള വിഭാഗങ്ങൾ, ഒരു ഇന്റേണൽ അബ്ഡൊമൈൻ ഇന്റേണൽ ബ്ലീഡിംഗുമായി ഒരു പേഷ്യന്റ് എത്തിയാൽ അയാൾക്ക് ഇവിടെ രാത്രി മുഴുവൻ ചെലവഴിച്ചതിന് ശേഷം സ്വകാര്യ ആശുപത്രിയിൽ, പരുമല അടക്കമുള്ള സ്വകാര്യ ആശുപത്രികളിലേക്ക് പോകേണ്ട ഒരു സാഹചര്യം നിലനിൽക്കുന്നു എന്നുള്ളതാണ്. ഗ്യാസ്ട്രോ വിഭാഗമാണ് ഇവിടെ ഏറ്റവും അധികം പരാതി നേരിടുന്നത് എന്നുള്ളതാണ്. എന്തായിരുന്നു ഹാർട്ടിന്റെ മരുന്ന് കഴിക്കുന്ന മാസം കഴിക്കണ്ടയാ. ഇപ്പൊ 2 മാസം കൊണ്ട് അത് കിട്ടുന്നില്ല. ഇപ്പൊ ഇവിടുന്ന് പുറത്തുനിന്ന് ഒരു മാസത്തേക്ക് 750 രൂപ വേണം ഇവിടെ ഗുളികയ്ക്ക് തന്നെ. ഇവിടെ എന്താ പറയുന്നത് ചേച്ചി? ആ ഗുളിക ഇവിടെ ഇല്ലെന്ന്. എത്ര നാളായിട്ട് പുറത്തുനിന്ന് വാങ്ങേണ്ടി വരുന്നുണ്ട്? ഇപ്പൊ 2 മാസം കൊണ്ട് പുറത്തുനിന്ന് വാങ്ങുന്നു. ചേച്ചിയുടെ ഒരു വീട്ടിലെ ജീവിത സാഹചര്യം എങ്ങനെയാണ്? എന്റെ ഭർത്താവ് വേലയ്ക്ക് പോകാൻ വയ്യാതിരിക്കുക. ഹാർട്ടി 3 ബ്ലോക്ക് ഉണ്ടാവും, 1 ബ്ലോക്ക് ഇനിയുണ്ട്. അതിന് മരുന്ന് കഴിച്ചിരിക്കും. പിന്നെ ഒരു മോനെ, അത് കഷ്ടപ്പെട്ട് വേണം ഞങ്ങൾക്ക്. എനിക്കും വയ്യാത്തതാണ്. ഈ മെഡിക്കൽ കോളേജിൽ നമ്മൾ HDS കമ്മിറ്റിയിൽ എല്ലാ കമ്മിറ്റികളിലും പറയാറുണ്ട്, ഡോക്ടേഴ്സിന്റെ കുറവ് പറയാറുണ്ട്, നഴ്സുമാരുടെ കുറവ് സൂചിപ്പിക്കാറുണ്ട്. പക്ഷേ എല്ലാം നടപടി ഉണ്ടാകുമെന്ന് പറയുന്നതല്ലാതെ നാളിതുവരെയായിട്ടും യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം.
വിവിധ ഡിപ്പാർട്ട്മെന്റുകൾ ഏറ്റവും അധികം സൗകര്യങ്ങളുള്ള ഒരു ആശുപത്രിയാണ്. കെട്ടിടങ്ങളുണ്ട്, ഒപ്പം തന്നെ എക്വിപ്മെന്റ്സ് ഉണ്ട്. ആ സംവിധാനങ്ങളെല്ലാം തന്നെ ഈ ആളുകളുടെ കുറവ് കൊണ്ട്, അതായത് ജീവനക്കാരുടെ കുറവ് കൊണ്ട് പൂട്ടിയിടേണ്ട ഒരു അവസ്ഥയിലേക്ക് വരുന്നു എന്നുള്ളതാണ്. മറ്റ് ആശുപത്രികളിലെ പോലെ തന്നെ, അതായത് ഒരുപക്ഷെ സംസ്ഥാനത്തെ മറ്റ് ആശുപത്രികൾ കണക്കിലെടുത്താൽ ആലപ്പുഴ തന്നെയാണ് ഏറ്റവും വലിയ വെല്ലുവിളി നേരിടുന്നതെന്ന് പറയാം. തീരദേശം അടക്കമുള്ള ഇടങ്ങളിൽ നിന്നുള്ള സാധാരണക്കാരായ മനുഷ്യർ വരുന്നു. സൗജന്യമായി ലഭിക്കേണ്ട മരുന്നുകൾ പോലും ലഭ്യമാകാതെ അവർക്ക് പോകേണ്ട ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കാസർഗോഡ് ജില്ലയിലെ ആരോഗ്യമേഖല നേരിടുന്നത് കടുത്ത അവഗണനയാണ്. ഡോക്ടർമാരുടെ കുറവും ഭൗതിക സാഹചര്യങ്ങൾ ഒരുക്കിയിട്ടും ആവശ്യത്തിന് ഉപകരണങ്ങൾ അവിടേക്ക് എത്തിക്കാത്തതും സർക്കാർ ആശുപത്രികളുടെ പ്രവർത്തനത്തിന്റെ താളം തെറ്റിക്കുന്നു. ഉക്കിനടുക്കയിലെ മെഡിക്കൽ കോളേജ് പൂർണ്ണതോതിൽ പ്രവർത്തന സജ്ജമാവാത്തതും രോഗികളെ കഷ്ടത്തിലാക്കുന്നു. ആരോഗ്യ മേഖലയിൽ സർക്കാർ ആശുപത്രികളിൽ കാസർഗോഡ് ജില്ലയിലും പ്രതിസന്ധി രൂക്ഷം. ആവശ്യത്തിന് ഡോക്ടർമാരില്ലാത്തതാണ് സർക്കാർ ആശുപത്രികൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി. ജില്ലാ ജനറൽ ആശുപത്രികളിലെ ഡോക്ടർമാരുടെ കുറവ് കാരണം സാധാരണക്കാരായ രോഗികൾക്ക് സ്വകാര്യ ആശുപത്രികളെ ആശ്രയിക്കേണ്ട അവസ്ഥയിലാണ്. പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളുടെ അവസ്ഥയും സമാനമാണ്. പലയിടങ്ങളിലും ഡോക്ടർമാരില്ലാത്തതിനാൽ രാത്രികാല ചികിത്സ മുടങ്ങി. എൻഡോസൾഫാൻ ദുരിതബാധിതർ ഉൾപ്പെടെ സാധാരണക്കാരായ നൂറുകണക്കിന് രോഗികൾ ആശ്രയിക്കുന്ന സർക്കാർ ആശുപത്രികളോടാണ് ഈ അവഗണന. കാസർഗോഡ് ജില്ലയിൽ ഇപ്പോഴും ഒരു വിദഗ്ധ ചികിത്സ കിട്ടാനുള്ള സാഹചര്യങ്ങൾ ഇപ്പോൾ നിലവിലില്ല. മറ്റ് ജില്ലകളിലേക്കോ സംസ്ഥാനങ്ങളിലേക്കോ പോകേണ്ട ഗതികേട് തന്നെയാണ് ഇപ്പോഴും വന്നിരിക്കുന്നത്. ഇപ്പം ജില്ലാ ആശുപത്രിയിലും അതുപോലെ കാസർഗോഡ് ജനറൽ ഹോസ്പിറ്റലും മെഡിക്കൽ കോളേജിലൊക്കെ ന്യൂറോളജിസ്റ്റുകൾ നിയമിച്ചിട്ടുണ്ട്. പക്ഷെ അവിടെ അതിനപ്പുറത്ത് പരിശോധനക്കപ്പുറത്ത് അത് പരിഹരിക്കാനുള്ള സംവിധാനങ്ങളൊന്നും തന്നെ ഇല്ല. ഇത് കാസർഗോഡിന്റെ ശാപമായി ഇപ്പോഴും തുടരുകയാണ്. ഉക്കിനടുക്കയിലെ മെഡിക്കൽ കോളേജിൽ ഇനിയും കിടത്തി ചികിത്സ ആരംഭിച്ചിട്ടില്ല. ഇത്തരത്തിൽ പ്രവർത്തിക്കുന്ന ഏക മെഡിക്കൽ കോളേജായിരിക്കും കാസർഗോട്ടേത്. കാഞ്ഞങ്ങാട്ടെ അമ്മയും കുഞ്ഞും ആശുപത്രിയിലും അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തത പ്രവർത്തനം താളം തെറ്റിക്കുന്നു. ജനറൽ ആശുപത്രിയിൽ ലിഫ്റ്റ് കേടായതിനെ തുടർന്ന് മാസങ്ങളോളം രോഗികളെ ചുമന്നുകൊണ്ടുപോകേണ്ട ഗതികേട് വരെ ഉണ്ടായി. സ്ഥിരം നിയമനം കിട്ടിയ ഡോക്ടർമാർ ട്രാൻസ്ഫർ വാങ്ങി സ്വന്തം ജില്ലയിലേക്ക് പോകുമ്പോൾ പകരം ഡോക്ടർമാരെ നിയമിക്കാത്തതാണ് ജില്ല നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി. ആശുപത്രികളിൽ വേണ്ടത്ര ഉപകരണങ്ങളില്ലാത്തതും പ്രതിസന്ധിക്കിടയാക്കുന്നുണ്ട്. ന്യൂസ് 18 കാസർഗോഡ്. സംസ്ഥാനത്തെ ആരോഗ്യ രംഗത്തെക്കുറിച്ച് പ്രതിപക്ഷം പറഞ്ഞത് ശരിയാണെന്ന് ഓരോ ദിവസവും തെളിയുന്നെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. ആരോഗ്യരംഗത്തെ നശിപ്പിച്ചത് PR വർക്കാണെന്നും സതീശൻ ആരോപിച്ചു. മുഖ്യമന്ത്രിയെ നമ്പറില്ലാത്ത വാഹനത്തിൽ പിന്തുടർന്ന 5 അംഗ സംഘം പിടിയിൽ. ഇന്നലെ രാത്രി 10:15 മുതൽ കോഴിക്കോട് വെങ്ങാലിപ്പാലം തൊട്ടാണ് ഈ സംഘം പിന്തുടർന്നത്. കോഴിക്കോട് വെസ്റ്റ് ഹിൽ ചുങ്കത്ത് നിന്നാണ് മലപ്പുറം സ്വദേശികളായ 5 പേർ പിന്നീട് പിടിയിലായത്. സംഘം സഞ്ചരിച്ച വാഹനത്തിൽ നിന്ന് വോക്കി ടോക്കികൾ അടക്കം കണ്ടെടുത്തു. മലപ്പുറം സ്വദേശികളായ നസീബ് CP, ജ്യോതിൽ ബാസ്, മുഹമ്മദ് ഫാരിസ്, ഫൈസൽ, അബ്ദുൽ വാഹിദ് എന്നിവരെയാണ് നടക്കാവ് പോലീസ് അറസ്റ്റ് ചെയ്തത്. അനധികൃതമായാണ് സംഘം വാക്കി ടോക്കി കൈവശം വെച്ചതെന്ന് പോലീസ് FIRൽ പറയുന്നു. തൃശൂർ പുതുക്കാട് നവജാത ശിശുക്കളുടെ കൊലപാതകത്തിൽ കൂടുതൽ ശാസ്ത്രീയ പരിശോധനയ്ക്കും തെളിവെടുപ്പിനും ഒരുങ്ങുകയാണ് പോലീസ്. 2 കുട്ടികളുടെയും മരണകാരണം കണ്ടെത്തുക വെല്ലുവിളിയാണെങ്കിലും സാഹചര്യ തെളിവുകളുടെയും ഡിജിറ്റൽ തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ കേസിൽ തുമ്പുണ്ടാക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. ഫോറൻസിക് തെളിവ് ശേഖരണത്തിന്റെ ഭാഗമായി കുട്ടികളുടെ മൃതദേഹം മറവ് ചെയ്ത സ്ഥലങ്ങളിൽ കുഴിയെടുത്ത് വീണ്ടും പരിശോധന നടത്തുകയാണ്. കുറ്റം സംബന്ധിച്ച അനീഷയെയും ഭവിനെയും ഇന്നലെ രാത്രി വീടുകളിലെത്തി നടത്തിയ തെളിവെടുപ്പിന് ശേഷമാണ് കൂടുതൽ ശാസ്ത്രീയ പരിശോധനകൾ നടത്താൻ അന്വേഷണ സംഘം തീരുമാനിച്ചത്. അസ്ഥികളുടെ അവശിഷ്ടങ്ങൾ ലഭിച്ചെങ്കിലും കുഞ്ഞുങ്ങളെ മറവ് ചെയ്ത സ്ഥലത്ത് വീണ്ടും കുഴി തുറന്ന് പരിശോധിക്കാൻ തീരുമാനിച്ചു. പ്രതികൾ കാട്ടിക്കൊടുത്ത 2 സ്ഥലങ്ങളിലും ഇന്നലെ തന്നെ സുരക്ഷ ഒരുക്കിയിരുന്നു. ഇരിങ്ങാലക്കുട RDOയുടെ സാന്നിധ്യത്തിൽ അനീഷയുടെ വീട്ടിലെത്തിയ ഉദ്യോഗസ്ഥർ ഫോറൻസിക് വിദഗ്ധൻ ഡോക്ടർ KS ഉന്മേഷിന്റെ നേതൃത്വത്തിലാണ് പരിശോധനകൾ നടത്തിയത്. 4 വർഷം മുൻപ് ആദ്യം കൊലപ്പെടുത്തിയ കുട്ടിയുടെ ചില അസ്ഥികൾ കൂടി പരിശോധനയിൽ കണ്ടെത്തി. 2 കുട്ടികളെയും മാതാപിതാക്കൾ ചേർന്ന് കൊലപ്പെടുത്തിയതാണെന്ന് പോലീസ് ഉറപ്പിക്കുന്നുണ്ടെങ്കിലും മരണകാരണം ശാസ്ത്രീയ പരിശോധനകളിൽ തെളിയിക്കാനാകില്ലെന്നത് അന്വേഷണ സംഘത്തിന് മുന്നിലെ വെല്ലുവിളിയാണ്. ഈ സാഹചര്യത്തിൽ ഡിജിറ്റൽ തെളിവുകളും സാഹചര്യ തെളിവുകളും CDR വിവരങ്ങളും മുഖ്യ തെളിവുകളാക്കി കേസിൽ തുമ്പുണ്ടാക്കാനാണ് അന്വേഷണ സംഘം ശ്രമിക്കുന്നത്. കഴിഞ്ഞ ദിവസം നടത്തിയ തെളിവെടുപ്പിൽ കുട്ടികളെ പ്രസവിച്ചതും പൊക്കിൽ കൊടികൾ മുറിച്ചു മാറ്റിയതും യൂട്യൂബ് കണ്ട് അതിന്റെ സഹായത്തോടു കൂടിയാണെന്ന് അനീഷ പോലീസിന് മൊഴി നൽകിയിരുന്നു. ലാബ് ടെക്നീഷ്യൻ കോഴ്സ് പഠിച്ചപ്പോൾ ലഭിച്ച അറിവുകളും ഇക്കാര്യത്തിൽ തനിക്ക് തുണയായെന്നും അവർ പറഞ്ഞു.
2 തവണ ഗർഭിണിയായപ്പോഴും ഗർഭാവസ്ഥ മറ്റുള്ളവരിൽ നിന്ന് മറച്ചുപിടിക്കാൻ അഴിഞ്ഞ വസ്ത്രങ്ങളാണ് യുവതി ധരിച്ചിരുന്നത്. ഭവിനോടുകൂടി കാര്യങ്ങൾ ചർച്ച ചെയ്ത ശേഷമാണ് കൊലപാതകങ്ങൾ നടത്തിയത്. കുട്ടികളെ കൊലപ്പെടുത്തുന്നതിനു മുൻപായി ദൃശ്യങ്ങളും ഫോണിൽ ചിത്രീകരിച്ചിരുന്നതായി യുവതി മൊഴി നൽകിയിട്ടുണ്ട്. ന്യൂസ് 18 തൃശൂർ. സെൻസർ ബോർഡിന്റെ കടന്നാക്രമണത്തിനെതിരെ കൈകോർത്ത് സിനിമാ സംഘടനകൾ. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ, ഫെഫ്ക, അമ്മ എന്നീ സംഘടനകളാണ് പ്രതിഷേധ സമരം നടത്തിയത്. 100ഓളം സിനിമാ പ്രവർത്തകർ തിരുവനന്തപുരം ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ ഇന്ന് ഒത്തുചേർന്നു. സെൻസർ ബോർഡിന്റെ കടന്നാക്രമണത്തിനെതിരെ സിനിമാ സംഘടനകൾ ശക്തമായി തന്നെ രംഗത്തെത്തുകയായിരുന്നു. തിരുവനന്തപുരം ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ വെച്ചായിരുന്നു സിനിമാ സംഘടനകൾ സമരം നടത്തിയത്. നിർമ്മാതാക്കളുടെ സംഘടന, ഫെഫ്ക, അമ്മ എന്നീ സംഘടനകൾ ഒത്തുചേർന്നുകൊണ്ടാണ് ശക്തമായ സമരപരിപാടി അരങ്ങേറിയത്. സെൻസർ ബോർഡിന്റെ ഈ ജനാധിപത്യ വിരുദ്ധമായ ആവശ്യം അംഗീകരിക്കാൻ കഴിയില്ല എന്ന് ഒറ്റയ്ക്കൊരു തീരുമാനമെടുത്തിരിക്കുകയാണ് സംഘടനകൾ. എന്ത് കാരണവശാലും ജാനകി എന്ന പേരുമായി തന്നെ സിനിമ മുന്നോട്ട് പോകുമെന്നും അല്ലാത്ത പക്ഷം സമരം ഇനിയും നീളുമെന്നാണ് സംഘടനകൾ അറിയിച്ചിരിക്കുന്നത്. സമരത്തിന് നേതൃത്വം ഫെഫ്കയുടെ ജനറൽ സെക്രട്ടറിയായ ബി ഉണ്ണികൃഷ്ണനാണ് നൽകിയത്. വ്യത്യസ്തമായ രീതിയിലായിരുന്നു സമരപരിപാടികൾ നടത്തിയത്. സ്റ്റാർട്ട് ആക്ഷൻ നോ കട്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് സിനിമാ പ്രവർത്തകർ അവരുടെ സമരപരിപാടി നടത്തിയത്. കത്രിക കുപ്പത്തൊട്ടിയിൽ എറിഞ്ഞുകൊണ്ടാണ് ഇവരുടെ പ്രതിഷേധം ആരംഭിച്ചത്. തുടർന്ന് നടന്മാരായ ഇന്ദ്രൻസ്, പൂജപ്പുര രാധാകൃഷ്ണൻ തുടങ്ങിയവർ സമരമേളയിൽ സംസാരിച്ചു. ഫെഫ്ക ജനറൽ സെക്രട്ടറിയായ ബി ഉണ്ണികൃഷ്ണൻ തന്നെയായിരുന്നു ഈ സമരപരിപാടിയുടെ അധ്യക്ഷത വഹിച്ചത്. പ്രധാനമായും എല്ലാ താരങ്ങളും സംവിധായകരും പറയുന്ന ഒരു പ്രധാനപ്പെട്ട ആവശ്യം ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന സിനിമയുടെ തലക്കെട്ട് അതേപോലെ തന്നെ നിൽക്കുമെന്നും സിനിമയുടെ ഉള്ളടക്കത്തിൽ യാതൊരുവിധ മാറ്റവും സംഭവിക്കില്ല എന്നും തന്നെയാണ്. നാളെ ജാനകി എന്ന പേരും അല്ലാതെ തന്നെ ഉണ്ണികൃഷ്ണനെന്നും റാമെന്നും തുടങ്ങിയ പല പേരുകളും നിരോധിക്കേണ്ട ഒരു സാഹചര്യം എത്തി നിൽക്കുകയാണെങ്കിൽ എവിടെയാണ് സിനിമാക്കാരുടെ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നുള്ള ചോദ്യവും കൂടിയാണ് സിനിമാക്കാർ മുന്നോട്ട് വെക്കുന്നത്. എന്തായാലും പേര് യാതൊരു തരത്തിലും മാറ്റില്ല എന്നുള്ള നിലപാട് ശക്തമാക്കി സിനിമാ സംഘടനകൾ മുന്നോട്ട് പോകുമ്പോഴേക്കും വരുന്ന നിലപാടുകൾ എന്താണ്, സെൻസർ ബോർഡ് എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട് നിലപാടെടുക്കുന്നത് എന്നുള്ളത് വളരെ പ്രസക്തിയേറിയ ചോദ്യമാണ്. വരുന്ന ദിവസങ്ങളിലും ഈ സിനിമയുടെ റിലീസ് ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന പേരുമായി തന്നെ മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് സിനിമാ സംഘടനകൾ അറിയിച്ചിരിക്കുന്നത്. ക്യാമറമാൻ സന്തോഷ് കുമാറിനൊപ്പം ഹരികൃഷ്ണൻ, ന്യൂസ് 18. ഭാരതാംബ വിവാദവുമായി ബന്ധപ്പെട്ട് സെനറ്റ് ഹാളിലെ സംഘർഷത്തിൽ സർവകലാശാല രജിസ്ട്രാർ അനിൽകുമാറിനെ പ്രതിസ്ഥാനത്ത് നിർത്തി വൈസ് ചാൻസലറുടെ റിപ്പോർട്ട്. രജിസ്ട്രാറുടെ പെരുമാറ്റം അനുചിതമാണെന്നും സമഗ്ര അന്വേഷണം വേണമെന്നും ഡോക്ടർ മോഹനൻ എസ് കുന്നുമ്മൽ ഗവർണർക്ക് നൽകിയ റിപ്പോർട്ടിൽ പറയുന്നു. പരിപാടിയുടെ സംഘാടകരായ ശ്രീ പത്മനാഭ സേവാ സമിതിയുടെ പരാതി ഉൾക്കൊള്ളിച്ചാണ് വിസിയുടെ റിപ്പോർട്ട്. ഭാരതാംബ വിഷയത്തിൽ സർക്കാർ ഗവർണർ പോര് കടുക്കുന്നതിനിടെയാണ് സർവകലാശാല വൈസ് ചാൻസലറും വിവാദത്തിൽ കക്ഷിയാകുന്നത്. സർവകലാശാലയുടെ ചാൻസലർ കൂടിയായ ഗവർണർ പങ്കെടുത്ത പരിപാടി തടസ്സപ്പെടുത്താൻ രജിസ്ട്രാർ കൂട്ടുനിന്നുവെന്ന സൂചനയോടെയാണ് വൈസ് ചാൻസലറുടെ റിപ്പോർട്ട്. അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളുടെ പേരിലായിരുന്നു രജിസ്ട്രാറുടെ നടപടി. അനിൽകുമാർ ഉത്തരവാദിത്ത ബോധം കാട്ടിയില്ല. മതചിഹ്നം പ്രദർശിപ്പിച്ചതുകൊണ്ടാണ് പരിപാടി തടഞ്ഞതെന്നാണ് രജിസ്ട്രാർ പറഞ്ഞത്. എന്നാൽ എന്താണ് മതചിഹ്നമെന്നോ ഏതു മതത്തിന്റെ ചിഹ്നമെന്നോ വ്യക്തമാക്കാൻ കഴിഞ്ഞിട്ടില്ല. വേദിയിൽ നേരിട്ടെത്തിയിട്ടും സ്വയം ബോധ്യപ്പെടാൻ പോലും ഇക്കാര്യത്തിൽ രജിസ്ട്രാർക്ക് കഴിഞ്ഞില്ല. ഗവർണർ വേദിയിലിരിക്കുമ്പോഴും ദേശീയഗാനം ആലപിക്കുമ്പോഴും ഹാളിലുള്ള അനുമതി റദ്ദാക്കിയ നടപടിയിൽ റിപ്പോർട്ടിൽ വിസി ആശ്ചര്യം പ്രകടിപ്പിക്കുന്നുണ്ട്. ഇത് ഗവർണറോടുള്ള അനാദരമാണെന്നും സർവകലാശാലയുടെ വിശ്വാസ്യത്തെ ബാധിക്കുന്നതാണെന്നുമാണ് മോഹൻ എസ് കുന്നുമ്മലിന്റെ വിലയിരുത്തൽ. ഭാരതാംബയുടെ ചിത്രം പ്രദർശിപ്പിച്ചതിനാൽ ചടങ്ങ് അട്ടിമറിക്കാൻ സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ സമ്മർദ്ദത്തിന് വഴങ്ങി രജിസ്ട്രാർ പ്രവർത്തിച്ചു എന്ന സംഘാടകരുടെ ആരോപണവും വൈസ് ചാൻസലർ ഏറ്റുപിടിക്കുന്നുണ്ട്. രജിസ്ട്രാർക്കെതിരെ നടപടി ലക്ഷ്യമിട്ടുള്ള നീക്കമാണ് വിസിയുടേതെന്ന് വ്യക്തം. റിപ്പോർട്ടിൽ വൈകാതെ രാജ്ഭവന്റെ നടപടി നിർദ്ദേശമുണ്ടാകും. ന്യൂസ് 18 തിരുവനന്തപുരം. സ്വർണം വെള്ളി നിരക്കുകൾ നോക്കാം. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. സ്വർണ്ണവില 22 ക്യാരറ്റ് ഗ്രാമിന് 8,915 രൂപ, പവന് 71,320 രൂപ. 18 ക്യാരറ്റ് ഗ്രാമിന് 7,350 രൂപ, പവന് 58,800 രൂപ. വെള്ളി ഗ്രാമിന് 118 രൂപ, കിലോഗ്രാമിന് 1,18,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. ഇനി പ്രാദേശിക വാർത്തകളുമായി സകലമാന കേരളം കാണാം. ഹരികൃഷ്ണൻ ചേരും.